ബസൂക്ക. കഥ പറയാൻ വന്ന സുഹൃത്തിന്റെ മകനോട് സംവിധാനം ചെയ്യാൻ പറയുന്നു ഇക്ക. പിന്നെ നടന്നത് ചരിത്രം. ശരിക്കും ചരിത്രമാവണമെങ്കിൽ OTT എത്തണം. ഗൗതം വസയമേനോനാണ് ബസൂക്കയിലെ നായകൻ. കൊച്ചി സിറ്റിയെ വിറപ്പിക്കുന്ന ഒരു മോഷ്ടാവ്, വെറുതെ മോഷ്ടിക്കുന്ന. 10 പൈസ വിലയുള്ള ഒന്നും അയാൾക്ക് വേണ്ട, പക്ഷെ പ്രാധാന്യമുള്ള സാധനങ്ങൾ വേണം. അയാളെ ചേസ് ചെയ്യുന്ന നായകനാണ് ഈ ഗൗതം. സഹായിക്കാൻ എത്തുന്നതാണ് ഇക്ക. അറിയാലോ, തേച്ച് മിനുക്കി മിനുക്കി ഒരു പോയിന്റിൽ വില്ലനെ നായകൻ ഓവർടേക്ക് ചെയ്യുന്നു. 2 ആഴ്ചയായിട്ടും എന്നാ ഒരു തിരക്കായി സിനിമയ്ക്ക്, അത് പ്രത്യേകം പറയാതെ പറ്റില്ല. കാരണം എമ്പുരാനെ തീർക്കാൻ വന്നതാണ്. സ്ലോ മൂവി, ലാഗ്, അതിനിടെ കുത്തിക്കയറ്റി ഇടിവെട്ട് BGM, സ്ലോ മോഷൻ. ഗൗതം വസയമേനോനൊക്കെ ഒരു കാറ് തുറന്ന് ഇറങ്ങി നടന്നു പോകുന്ന വരെ ഒരു 3 മിനിറ്റ് എങ്കിലും എടുക്കും. അപ്പൊ ഇക്കയുടെ കാര്യം എന്തായിരിക്കും? സ്പെഷ്യൽ സീൻസ്. ആദ്യം കാണുന്ന സാറെന്ന് വിളി, എന്ത് സുന്ദരനാ പറച്ചിൽ, ബ്രോ വിളി, 50 തരം വേഷങ്ങളും 50 കൂളിംഗ് ഗ്ലാസും. സിനിമയിൽ ഇതിനൊന്നും യാതൊരു പ്രസക്തിയില്ല താനും. ഓരോ ഗെയിംസ് പോലെ സെറ്റ് ചെയ്യുന്ന മോഷണങ്ങളാണ് സ്റ്റോറി. കഥ എങ്ങോട്ടും പോയില്ല, വലിഞ്ഞു വലിഞ്ഞു മെഴുകി ലോക ബിൽഡപ്പ് മാത്രം. ഫൈറ്റിന്റെ കാര്യം പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇക്കയ്ക്ക് ഒട്ടും വയ്യാന്ന് പറയാനും പറ്റില്ല, പറഞ്ഞാൽ ആരും അംഗീകരിക്കുമില്ല. ഇക്കയുടെ പ്രായം ആർക്കും അറിയത്തുമില്ല. അതുകൊണ്ട് അത് പോട്ടെ. ഇതിലും എല്ലാവരും വരി വരിയായി വന്ന് ഇടിമേടിച്ചു പോകുന്നു. പണം പൊളിഞ്ഞാലുള്ള സ്ഥിരം പരിപാടി, അവസാന 20 മിനിറ്റ്, അവസാന 10 മിനിറ്റ്. എന്നാൽ അത് വരാൻ വേണ്ടി നോക്കിയിരുന്നു. ഒരു ദുബായ് ഡയലോഗ് ഉണ്ട്, അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ ആ കഴിഞ്ഞുപോയ 20 മിനിറ്റ് ആയിരുന്നു ഈ പറയുന്ന 20 മിനിറ്റ് എന്ന്. പടം തീർന്നു. ഇങ്ങനത്തെ പരിപ്പോട് ഐറ്റം പിടിച്ച് 20 മിനിറ്റും 10 മിനിറ്റും എണ്ണിക്കാൻ നിൽക്കാതെ വല്ല ഷോർട്ടോ റീലോ ചെയ്താൽ മതിയായിരുന്നല്ലോ. പോസിറ്റീവ് എന്ന റോഷാക്ക് വിജയിപ്പിക്കാൻ പറ്റാത്ത ആളുകളാണ് ഇത് വെച്ച് എമ്പുരാനെ തൂക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് കേക്കും പ്രൂഫും വെച്ച് തേച്ച് മിനുക്കാം. എന്നിട്ടും മിനുങ്ങിയില്ലേ മറ്റേ ആ 10 മിനിറ്റിന്റെ കണക്ക് പറഞ്ഞ് ഒന്നുകൂടി മിനുക്കാം. പല സംവിധായകരും നടന്മാരും എക്സ്പോസ്ഡ് ആവുന്ന പോലെ മെഹാ നടന്മാരും ബോക്സ് ഓഫീസിൽ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. കനത്ത PR മെഴുകലുകൾ ഉള്ളതിനാൽ ആരും അറിഞ്ഞതായി നടിക്കുന്നില്ല. അത്രയേ ഉള്ളൂ.